ജോഗ്രഫിയിലെ പ്രധാന പോയിൻ്റുകൾ പ്രതിപാദിക്കുന്ന പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ജോഗ്രഫിയിലെ പോയിൻ്റുകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഡിസ്കഷനും കൂടെ ഞാൻ നടത്തുന്നുണ്ട്. ഇന്ന് പ്രതിപാദിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്, ലോങ്ജിറ്റ്യൂഡ്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് ടൈം, ഈ 3 ടോപ്പിക്കുകളാണ്. ഇതിൽ ഒന്നാമത്തെ ഭാഗമാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭൂമിയുടെ ഇക്വേറ്ററിന് പാരലായിട്ട് കാണപ്പെടുന്ന സാങ്കല്പിക രേഖകളാണ് ലാറ്റിറ്റ്യൂഡുകളെന്ന് പറയുന്നത്. ഇക്വേറ്ററിനെ അഥവാ ഭൂമധ്യരേഖയെ നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ലാറ്റിറ്റ്യൂഡിന് പാരലായിട്ട് ധാരാളം ലാറ്റിറ്റ്യൂഡുകൾ ഇങ്ങനെ കറങ്ങി നോർത്ത് പോൾ വരെ പോയിട്ടുണ്ട്. അതുപോലെ താഴോട്ടും ഇങ്ങനെ പാരലായിട്ടുള്ള ഇമാജിനറി ലൈൻസ് സൗത്ത് പോൾ വരെ ഉണ്ട് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ 0 ഡിഗ്രി ഇക്വേറ്ററായിട്ട് എടുക്കുന്ന ആ പർട്ടിക്കുലർ പോയിൻ്റ് നിന്ന് നോർത്തിലേക്ക് സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോരോ ഡിഗ്രി ഇൻക്രീസ് ചെയ്ത് അവസാനം നോർത്ത് പോളിലെത്തുമ്പോൾ 90 ഡിഗ്രി ആവും, ലംബമായിട്ട് മാറും. അതുപോലെ തന്നെ ഇക്വേറ്ററിൽ നിന്ന് താഴോട്ട് 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ഇങ്ങനെ പോയി അവസാനം 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ സൗത്ത് പോളിലെത്തും. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1-2 പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഇക്വേറ്ററിനെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ 23.5 ഡിഗ്രി നോർത്തിലേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ വിളിക്കുന്ന ഇമാജിനറി ലാറ്റിറ്റ്യൂഡിലായിരിക്കും. അതുപോലെ വീണ്ടും നമ്മൾ സഞ്ചരിച്ച് 0 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ച് 66.5 ഡിഗ്രി നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആർട്ടിക് സർക്കിൾ എന്ന പേര് വിളിക്കുന്ന ഒരു ഇമാജിനറി ലാറ്റിറ്റ്യൂഡിലെത്തും. വീണ്ടും സഞ്ചരിച്ചാൽ നമ്മൾ നോർത്ത് പോളിലെത്തും. ഇതുപോലെ തന്നെ 0 ഡിഗ്രി ഇക്വേറ്ററിൽ നിന്ന് താഴോട്ട് സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും? 23.5 ഡിഗ്രി 23.5 ഡിഗ്രി സൗത്തിലേക്ക് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കുന്ന ഇമാജിനറി ലാറ്റിറ്റ്യൂഡിലെത്തും. വീണ്ടും 66.5 ഡിഗ്രി സൗത്തിലേക്ക് തന്നെ സഞ്ചരിച്ചാൽ നമ്മൾ അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്ന ആ സാങ്കല്പിക ലാറ്റിറ്റ്യൂഡിലെത്തും. വീണ്ടും നമ്മൾ സഞ്ചരിച്ച് 90 ഡിഗ്രി സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും. ഇങ്ങനെ ഇക്വേറ്ററിൽ നിന്ന് ഓരോ ഡിഗ്രി സഞ്ചരിക്കുന്നതനുസരിച്ച് നമ്മൾ 1 ഡിഗ്രിക്ക് 111 കിലോമീറ്റർ വെച്ച് ദൂരം കൂടി വരും. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് 1 ഡിഗ്രി പോയി എന്ന് പറഞ്ഞാൽ 111 ഡിഗ്രി പോയി എന്നാണ്. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് 111 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ 1 ഡിഗ്രി നോർത്തിലെത്തും. ഇക്വേറ്ററിൽ നിന്ന് 111 കിലോമീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ 1 ഡിഗ്രി സൗത്തിലെത്തും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിൻ്റ്. അപ്പോൾ ഇക്വേറ്ററിന് പാരലായിട്ടുള്ള ഇമാജിനറി ലൈൻസിനെ ലാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി ലോങ്ജിറ്റ്യൂഡ്സ് അഥവാ മെറീഡിയൻ എന്ന് വിളിക്കുന്ന ചില സാങ്കല്പിക രേഖകളുണ്ട്. ആ രേഖകൾ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലെത്തി വീണ്ടും അപ്പുറത്തുകൂടെ നോർത്ത് പോളിലെത്തുന്ന സാങ്കല്പിക ലൈൻസാണ്, ഇമാജിനറി ലൈൻസാണ്. അവയെ നമ്മൾ ലോങ്ജിറ്റ്യൂഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെറീഡിയൻസ് എന്ന് വിളിക്കും. ഇങ്ങനെ ഈ മെറീഡിയൻസ് ധാരാളം ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിൽ പോളിലെത്തി സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ലോങ്ജിറ്റ്യൂഡിനെ അഥവാ ഒരു മെറീഡിയനെ നമ്മൾ മീൻ മെറീഡിയനായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ GMT എന്ന് പറയുന്നത്. അതായത് ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ സ്ഥലത്തുകൂടെ കടന്നു പോകുന്ന ഒരു ലോങ്ജിറ്റ്യൂഡിനെ നമ്മൾ 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡായിട്ട് കണക്കാക്കി അവിടെ നിന്ന് ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും സഞ്ചരിക്കുമ്പോൾ ആ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് വ്യത്യാസം വരുന്നതായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ മീൻ ടൈം
അതാണ് ഇപ്പോൾ 0 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രാത്രി 12 മണിയായിട്ട് എടുത്താൽ അവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മൾ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ച് പിന്നെ തിരിച്ച് വെസ്റ്റിലേക്ക് സഞ്ചരിച്ച് ഈ പൊസിഷൻ തന്നെ വരുമ്പോൾ ഭൂമിയിൽ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്ന ഗ്രീൻവിച്ച് മീൻ ടൈമും അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത്, അതായത് ഒരു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെന്ന് അപ്പുറത്ത് കിടപ്പുള്ളതായിട്ട്, അതായത് 180 ഡിഗ്രി സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുമെന്നും നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ഈ ഭൂമിയിലെ സമയമെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രീൻവിച്ച് മീൻ ടൈം എന്താണ്, GMT എന്താണ്, ദാറ്റ് ഈസ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ആ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ആ ഒരു പൊസിഷനിലൂടെ കടന്നു പോകുന്ന സാങ്കല്പികമായിട്ടുള്ള മെറീഡിയൻ, അതാണ് പ്രൈം മെറീഡിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ പ്രൈം മെറീഡിയൻ 0 ഡിഗ്രി ആണെന്നും അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചാൽ അങ്ങോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് അവിടെ സമയത്തിൽ വ്യത്യാസം വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ ഇന്ത്യയുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് പഠിച്ചാൽ മതി. നിൽക്കുന്നത് ആക്ച്വലി ഒരു 82.5 ഡിഗ്രി ഈസ്റ്റിലാണ്. അതായത് ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്ന് 82.5 ഡിഗ്രി ഈസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുകളിലൂടെ പോകുന്ന ആ ലോങ്റ്റിറ്റ്യൂഡ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5.5 മണിക്കൂർ ഈ ഗ്രീൻവിച്ചിനേക്കാൾ മുൻപിലാണെന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ശരിക്കും മുൻപിലാകാൻ കാരണം എന്താണ്? ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് നമ്മൾ കിഴക്ക് ഭാഗത്താണ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ത്യ ആക്ച്വലി നോർത്ത് ഈസ്റ്റിലാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നോർത്തിലും ഈ ഗ്രീൻവിച്ച് പ്രൈം മെറിഡിയനിൽ നിന്ന് ഈസ്റ്റേൺ പൊസിഷനിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമയം ആ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് കണക്കാക്കുമ്പോൾ 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള ഇന്ത്യയിൽ 5.5 മണിക്കൂർ കൂടുതലാണെന്ന് പറയുന്നത്. അതായത് രാത്രി 12 മണിയാണ് ഇംഗ്ലണ്ടിലെങ്കിൽ ഇവിടെ വെളുപ്പിന് 5.5 മണിയായിരിക്കും. ഇത് മാത്രം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ ഈ IDL അഥവാ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈമിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കാണപ്പെടുന്നത്, അതായത് 180 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി വെസ്റ്റ് എന്നും പറയും. ഇത് രണ്ടും ഒരു പോയിൻ്റാണ്. കാരണം ഈ ഗ്രീൻവിച്ചിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് വന്നാൽ 180 ഡിഗ്രി വെസ്റ്റായി. ഈ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്ന് 180 ഡിഗ്രി കിഴക്കോട്ട് സഞ്ചരിച്ച് 180 ഡിഗ്രി എത്തിയാൽ അതേ പോയിന്റിൽ തന്നെ എത്തും. അപ്പോൾ 180 ഡിഗ്രി ഈസ്റ്റും വെസ്റ്റും രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെ IDL ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയും. അതായത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ കുറച്ച് ഐഡിയകൾ കിട്ടും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. വൈൽ വാച്ചിങ് ന്യൂസ്, ഈ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വായിക്കുക. വൈൽ വാച്ചിങ് ന്യൂസ് യു ആർ ഹിയർ അബൌട്ട് എ പ്ലേസ് ഓഫ് വിച്ച് യു ഹാഡ് നെവർ ഹേർഡ് ഏർലിയർ. യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് യു വാണ്ട് ടു ലൊക്കേറ്റ് ഇറ്റ് ഓൺ ദ മാപ്പ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ റിക്വയർഡ് ഫോർ യു ടു ബി ഏബിൾ ടു ലൊക്കേറ്റ് ദ പ്ലേസ് ഓൺ ദ മാപ്പ്. അതായത് ഒരു സ്ഥലം ഒരു മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓൺലി ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ഓൺലി ലോങ്റ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ബോത്ത് ലോങ്റ്റിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റിറ്റ്യൂഡ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ആൾട്ടിറ്റ്യൂഡ് കൂടെ തന്നിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥത്തിൽ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും മാത്രം മതി. ഇതിനെ രണ്ടിനെയും നമ്മൾ ജിയോഗ്രഫിക് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. അവിടെ ആൾട്ടിറ്റ്യൂഡിന് സ്ഥാനമില്ല. ഒരു പർട്ടിക്കുലർ പ്ലേസ് എവിടെയാണെന്നറിയാൻ ആ പർട്ടിക്കുലർ പ്ലേസിൻ്റെ ലോങ്റ്റിറ്റ്യൂഡിൻ്റെ ഡിഗ്രി എത്ര,
ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിഗ്രി എത്ര എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് GPS എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ആ GPS-ൽ കൺസിഡർ ചെയ്യുന്ന പോയിന്റുകൾ ഇത് രണ്ടും മാത്രം. മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കൂ, എഴുതിയിട്ടുണ്ട് ഇവിടെ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ആർ ഫ്ലൈയിങ് ഈസ്റ്റ് അക്രോസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്ത് നിങ്ങൾ ഈസ്റ്റിലേക്ക് പറന്നാൽ, അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പറന്നിട്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? You will lose 12 hours, you will gain 12 hours, you will gain 24 hours and you will lose 24 hours. ഇത്രയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പറക്കുന്നത് എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ്. യു ആർ ഫ്ലൈയിങ് ഈസ്റ്റ് അക്രോസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ക്രോസ് ചെയ്ത് ഈസ്റ്റിലേക്ക് പറക്കുമ്പോൾ നിങ്ങൾ വെസ്റ്റിൽ നിന്നാണ് പറക്കുന്നത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്യാൻ. അല്ലാതെ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്ന് ഈസ്റ്റിലേക്കല്ല, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ കൂടെ നിങ്ങൾ എങ്ങോട്ടാണ് പറക്കുന്നത്? ഈസ്റ്റിലേക്ക്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരുന്നത് ബാക്ക് സൈഡിലാണ്, 180 ഡിഗ്രിയിലാണ്. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കിടക്കുന്ന അപകടം അതാണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം 0 ഡിഗ്രി ആയിരിക്കും മനസ്സിൽ വരിക. പക്ഷെ നമ്മൾ അതല്ല കണക്കാക്കേണ്ടത്. എപ്പോഴും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റാണ്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്ത് നിങ്ങൾ ഈസ്റ്റിലേക്ക് പറക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് വൈൽ ക്രോസിങ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, വൺ ഓഫ് ദ റയർ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രാവലായിരിക്കും അത്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ക്രോസ് ചെയ്തിട്ട് ഈസ്റ്റിലേക്ക് പറന്നാൽ 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ഒരു ഡേ ശരിക്കും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പറക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിൽ കണ്ടാൽ മതി. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നിങ്ങൾ ആ പറന്ന് ചെല്ലുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമിയും പോകുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ കറക്കവും നിങ്ങളുടെ പറക്കലും ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ റിസൾട്ടൻ്റായ ടൈം നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? അപ്പോൾ വൈൽ യു ആർ പാസ് ഓവർ ദ പസഫിക് ഓഷ്യൻ ദ റൈറ്റ് ഡയറക്ഷൻ, അതായത് ഈസ്റ്റ് വേർഡാണ് നമ്മൾ പറക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ കൂടുതൽ നമുക്ക് ജീവിക്കാനും സാധിക്കും. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സൂര്യൻ എത്തുകയുള്ളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നമ്മൾ കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് സൂര്യൻ ആ സമയവും കഴിഞ്ഞ് സൂര്യൻ ഇങ്ങോട്ട് പോന്നിരിക്കും, ഇങ്ങനെ കറങ്ങി വരുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമ്മൾ തിരിച്ചാണ് പറക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു പറക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ദിവസം ലൈവായിട്ട് നമുക്ക് വരും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? നിങ്ങൾ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ആർ ഫ്ലൈയിങ് ഈസ്റ്റ് അക്രോസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, നോട്ട് ഗ്രീൻവിച്ച്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അക്രോസ് ആയിട്ട് ഈസ്റ്റ് വേർഡ് നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതർവൈസ് ഓക്കെ. പിന്നെ ദ പ്രൈം മെറീഡിയൻ ഡസ് നോട്ട് പാസ് ത്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആഫ്രിക്കൻ കൺട്രീസ്? പ്രൈം മെറീഡിയനായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഈ 0 ഡിഗ്രി അത് ഏതെല്ലാം? ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഒന്ന് മൊറോക്കോ, അൾജീരിയ, മാലി, ഗാന. ഇതിൽ ഏത് രാജ്യത്തിൻ്റെ മുകളിലൂടെയാണ് എന്താണ് പ്രൈം മെറീഡിയൻ കടന്നു പോവാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയിലെ നമ്മൾ പ്രൈം മെറീഡിയൻ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് അൾജീരിയ, അതുപോലെ തന്നെ മാലി, ബുർക്കിനോ ഫാസോ, ടോങ്കോ ആൻഡ് ഗാന. അപ്പോൾ ഇതിൽ അൾജീരിയയും മാലിയും ഗാന ഇവിടെ എല്ലാം കൂടെ പ്രൈം മെറീഡിയൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിലില്ലാത്തൊരു സ്ഥലമാണ് മൊറോക്കോ. എന്നോട് ക്വസ്റ്റ്യൻ വായിക്കാം. പീസിങ് ടുഗദർ ദ പസിൽ ഓഫ് ജിയോളജിക്കൽ ടൈം to create and analyze historical maps of the earth is known as എന്തൊക്കെയാണ്? പാലിയോ ക്ലൈമറ്റോളജി, അടുത്തത് പാലിയോ ജിയോമോർഫോളജി, അടുത്തത് പാലിയോ ലിത്തോളജി, പാലിയോ ജിയോഗ്രഫി. ഇതിലേതാണ് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ മാപ്സിൻ്റെ അനലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ പാലിയോ ജിയോമോർഫോളജി എന്ന് പറയുന്നത് ശരിക്ക് ഈ ജിയോമോർഫോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്.
ശരിക്കും അതിൽ ഏൻഷ്യൻ്റ് ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? പാലിയോ ജിയോ മോർഫോളജിയാണ്. ആ പാലിയോ ജിയോ മോർഫോളജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. അതുമായിട്ട് അത്ര വലിയ കാര്യമായ ചോദ്യങ്ങളൊന്നും വരില്ല, എങ്കിലും നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. പാലിയോ ജിയോ മോർഫോളജി യഥാർത്ഥത്തിൽ ജിയോ മോർഫോളജി എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് ശരിക്ക് ഏൻഷ്യൻ്റ് ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. ഓക്കെ, അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതെന്ന് നമുക്കറിയാം. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും ഏറ്റവും വലുത്, കാരണം ഇക്വേറ്ററാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 66.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ 66.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആകുമ്പോൾ ഒന്നുകിൽ ആർട്ടിക്കൽ അൻ്റാർട്ടിക് വരും. 23.5 ആകുമ്പോൾ ഒന്നുകിൽ കാപ്രിക്കോൺ അല്ലെങ്കിൽ എന്ത് വരും? ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരും. അപ്പോൾ ഇതൊന്നുമല്ല, ഇക്വേറ്ററാണ് ഏറ്റവും വലുത്.